എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്താണെന്ന് നോക്കാവുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ പൈലായ ഹൃദയ ചിഹ്നം, ഈ ഹൃദയചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിക്ക് ചില മാറ്റങ്ങളുണ്ടായിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മാറ്റങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൃഢമായ മനസ്സായിരുന്നു നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സില്ലായ്മയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ ഒരുപക്ഷെ ശക്തമായ ഭാഷയിൽ അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ദൃഢത, നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ കാര്യത്തിലുള്ള ദൃഢത കുറയുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതായത് ആ വ്യക്തി നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നു. മുൻപ് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാതെയാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. പലപ്പോഴും ആ വ്യക്തിക്ക് ശക്തമായ ചില തീരുമാനങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ശക്തമായ തീരുമാനങ്ങൾ മാറുകയും ആ വ്യക്തി വളരെ സൗമ്യ ഭാവത്തോടുകൂടി, സൗമ്യ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്താണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത്. അതിൻ്റേതായ ചില അലയൊലികളും അതിൻ്റേതായ ചില സീരിയസ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന്, നിങ്ങളുടെ ചിന്താഗതി ശരിയാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നു. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് കൂടുതൽ സമയം കണ്ടെത്തുകയും നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കരുതാം. നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്കുണ്ടായ വിയോജിപ്പുകൾ, നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്കുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുകയാണ്. ആ വ്യക്തി ശക്തമായി നിങ്ങൾ എന്ന ചിന്തയിലേക്ക് അടിസ്ഥാനപരമായിട്ട് വരികയാണ്. നിങ്ങളെ മനസ്സിൽ നിന്നും കളയുവാനായിട്ട് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. മുൻപെടുത്ത ശക്തമായ തീരുമാനങ്ങൾ, മുൻപെടുത്ത പോസിറ്റീവ് ആയ, ഒരുപക്ഷെ പോസിറ്റീവോ നെഗറ്റീവോ ആയാലും ശരി, തീരുമാനങ്ങളിൽ എപ്പോഴും ശക്തമായിട്ട് നിന്നിരുന്ന ആ വ്യക്തി ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് നിങ്ങളെ വേണമെന്നുള്ള ചിന്ത, മുമ്പ് നിങ്ങൾ വേണോ വേണ്ടേ എന്നുള്ള ചിന്തയായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് നിങ്ങളെ വേണം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അത്രത്തോളം പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിലേക്ക് എത്തുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിലുള്ള തീരുമാനങ്ങൾക്കും ആ ഒരു മയപ്പെടൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഭാഗത്തേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സ്വീകരിച്ചവരുടെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുവരെ സ്നേഹം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ പറയുമ്പോൾ ഒരു പുറം പൂച്ചിലുള്ളൊരു സ്നേഹം മാത്രമാണ് ആ വ്യക്തി ഇതുവരെ പ്രകടിപ്പിച്ചിരുന്നത്. ആ വ്യക്തി തന്നെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുത്തപ്പോൾ ഒന്ന് ശ്രമിച്ചേക്കാം, ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടത്, അടുത്തത്. അതായത് മനസ്സിൽ തൊട്ട ഒരു സ്നേഹമല്ലായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. നിങ്ങളോട് ഒരുപക്ഷെ കളിതമാശയായിട്ടോ ചുമ്മായോ ഒക്കെ തോന്നിയൊരിഷ്ടം, അത് സീരിയസ് ആയിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ചിന്തയും നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടവും നിങ്ങളോടുള്ള പ്രണയവും ആദ്യമായ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഒരു കളിതമാശയായിട്ട് കണ്ട, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു കേവല സൗഹൃദം മാത്രം ആയിട്ടൊതുങ്ങിയ ആ കാര്യത്തെ കൃത്യമായ ധാരണയോടുകൂടി, കൃത്യമായ ഇഷ്ടത്തോടുകൂടി ഒന്നാക്കുന്ന ഒരു പ്രവണതയിലേക്ക് എത്തുന്നു. കൃത്യമായി ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു ഇഷ്ടത്തിലേക്ക് എത്തുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന കേവല സൗഹൃദത്തിനോ അല്ലെങ്കിൽ കേവല പരിചയത്തിനോ അപ്പുറത്തേക്ക് ആത്മാർത്ഥതയുടെ ഒരുപാട് തലങ്ങൾ ആ ബന്ധത്തിലേക്ക് വളരുകയാണ്. പ്രണയസംബന്ധിയായിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്.
ആ എത്തിച്ചേരൽ ഒരുപക്ഷെ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ആ എത്തിച്ചേരലിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു. കൃത്യമായ ആ ഒരു ബന്ധം ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉണ്ടാകുന്നതോടുകൂടി അതിലേക്ക് ഒരു പുതിയ മാനം ഉണ്ടാകുകയാണ്, പുതിയൊരു കാര്യത്തിലേക്ക് അത് എത്തുകയാണ്. തീർച്ചയായിട്ടും ആ ബന്ധം ദൃഢമാകുകയും ആ ദൃഢബന്ധത്തിലൂടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പുതിയൊരു തലത്തിലേക്ക് എത്തപ്പെടുകയുമാണ്. ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ, ജീവിതത്തിൽ ഏറ്റവും തീക്ഷ്ണമായ ഒരു പ്രണയ ബന്ധത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായ ഒരു ബോർഡർ മാത്രമായിരുന്നു, ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ആ കേവല ഇഷ്ടത്തിലേക്ക് നിങ്ങളും ആ വ്യക്തിയും എത്തിച്ചേരുന്നു എന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ട്. അങ്ങനെ എത്തിച്ചേരുന്നതിലൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉരുത്തിരിയുകയാണ്, ഉണ്ടാകുകയാണ്. അത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുപാട് പോസിറ്റീവായ ദർശനങ്ങൾ ബന്ധത്തിൻ്റെ കാര്യത്തിൽ നൽകുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.